ഹലോ സ്റ്റുഡൻസ്, നിങ്ങളെ ഇന്നിവിടെ കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഹലോ ടീച്ചർ, നിങ്ങളെക്കാളും എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സിനെ പറ്റിയാണ്. നിങ്ങളുടെ ആവേശം എനിക്ക് മനസ്സിലാകും. കാരണം ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുമ്പോൾ ഇന്നത്തെ നമ്മുടെ കോഴ്സായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പങ്ക് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. വ്യവസായങ്ങളിലുടനീളം സാങ്കേതിക ആധുനികവൽക്കരണത്തിന്റെ വിശാലമായ പ്രവണതയുമായി ഇത് പൊരുത്തപ്പെടുന്നുമുണ്ട്. ഓ, അത് നന്നായി ടീച്ചർ. അപ്പോൾ ഈ ഫീൽഡിലുള്ള പ്രൊഫഷണൽസിനും നല്ല ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാമോ? നീ പറഞ്ഞത് തികച്ചും ശരിയാണ്. പല മേഖലകളെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണം, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, SMEs, വലിയ കോർപ്പറേറ്റുകൾ, ഗവൺമെൻറ്റുകൾ തുടങ്ങിയ മേഖലകൾ. കൃത്യത, കാര്യക്ഷമത, റെഗുലേറ്ററി കംപ്ലയൻസ് എന്നിവയുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതോടെ ബിസിനസ്സുകൾ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ കൂടുതലായി സ്വീകരിക്കുന്നു. GSTയുടെ ഇൻട്രൊഡക്ഷന് ശേഷം നികുതി അനുസരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓട്ടോമേറ്റഡ് സിസ്റ്റംസിനുള്ള ഡിമാൻഡും വളരെയധികം വർദ്ധിച്ചതായി നാം കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തരം ജോലി സാധ്യതകളാണ് എനിക്കിവിടെ ലഭിക്കാൻ ഇന്ത്യയിൽ പോകുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ വളർച്ച വിവിധ മേഖലകളിലായി വിപുലമായ തൊഴിലവസരങ്ങൾ തുറന്നിട്ടുണ്ട്. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ പ്രാവീണ്യമുള്ള അക്കൗണ്ടന്റുമാർ, സാമ്പത്തിക ഡാറ്റ അവലോകനം ചെയ്യുന്ന അതിൻ്റെ കൃത്യത ഉറപ്പാക്കുന്ന ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ, ഓഡിറ്റേഴ്സ്, പിന്നെ GST പാലിക്കലിലും നികുതി ഫയലിംഗിലും ടാക്സ് കൺസൾട്ടൻസ് എന്നിവയൊക്കെയാണ് പ്രധാന റോളുകൾ. കൂടാതെ സമയബന്ധിതവും കൃത്യവുമായ ശമ്പള വിതരണം ഉറപ്പാക്കുന്ന ഒരു പേറോൾ സ്പെഷ്യലിസ്റ്റ് ആകാനും ഓട്ടോമേറ്റഡ് പേറോൾ സിസ്റ്റംസ് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ERP കൺസൾട്ടൻസ് ആയിട്ടും സിസ്റ്റം അനലിസ്റ്റുകളായിട്ടും വലിയ സ്ഥാപനങ്ങളിൽ സംയോജിത അക്കൗണ്ടിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനും നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടായിരിക്കും. ബിസിനസ്സുകൾ ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻസിലേക്ക് കൂടുതലായി നീങ്ങുമ്പോൾ ക്ലൗഡ് അക്കൗണ്ടിംഗ് സ്പെഷ്യലിസ്റ്റുകൾക്കും AI ബേസ്ഡ് അക്കൗണ്ടിംഗ് ടെക്നോളജീസിലെ പ്രൊഫഷണലുകൾക്കും വേണ്ടിയുള്ള റോളുകളും ഉയർന്ന് വരുന്നുണ്ട്. ഇത് ഡേറ്റ അനലിറ്റിക്സിലും ഓട്ടോമേറ്റഡ് സാമ്പത്തിക പ്രക്രിയകളിലും ആവേശകരമായ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. ചെറുകിട ബിസിനസ്സുകൾ മുതൽ വലിയ സംരംഭങ്ങൾ വരെ, അങ്ങനെ സർക്കാർ മേഖലകളിൽ വരെയുള്ള വ്യവസായങ്ങളിൽ വരെ ഈ അവസരങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അങ്ങനെ നമുക്ക് ഗണ്യമായ കരിയർ വളർച്ചയുടെ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ വാർഷിക തൊഴിലവസരങ്ങൾ ഏകദേശം പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി 10 മുതൽ 20% വരെ വളർച്ചയുണ്ട്. അത് മികച്ചതാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. ഓ, ഇത് കേൾക്കാൻ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇത് ഷെയർ ചെയ്തതിന് നന്ദി ടീച്ചർ. ഈ കോഴ്സിനെ കുറിച്ച് എന്നോട് കൂടുതൽ പറഞ്ഞു തരാമോ? ഈ കോഴ്സിൽ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി, പിന്നെ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിനെയും അതിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറുകളെയും കുറിച്ചുള്ള ആമുഖത്തോടെ നമ്മൾ ആരംഭിക്കും. തുടർന്ന് ഏറ്റവും ജനപ്രിയമായ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ ടാലിയിലേക്ക് നമ്മൾ നീങ്ങുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അക്കൗണ്ടിംഗ് നിയമങ്ങൾ, സബ്സിഡിയറി ബുക്ക്, ട്രയൽ ബാലൻസ് അക്കൗണ്ട്, മെയിൻ്റനൻസ് തരങ്ങൾ, പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് എന്നിവയെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഓ, ഇത് ഒരുപാടുണ്ടല്ലോ. ഇത് മാത്രമാണോ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത് ടീച്ചർ? ഇത് കോഴ്സിന്റെ പകുതി പോലുമല്ല. തുടർന്ന് നമ്മൾ ഇന്റർനെറ്റ് ബേസ്ഡ് പഠനത്തിലേക്ക് കടക്കും. E-commerce, ജോബ് പോർട്ടൽസ്, ടിക്കറ്റിംഗ്, ഓൺലൈനായി പണമടയ്ക്കൽ, സർക്കാർ സൈറ്റുകളും സേവനങ്ങളും ആക്സസ് ചെയ്യൽ, ഓൺലൈൻ പാൻ അപേക്ഷ എന്നിവയെക്കുറിച്ച് പഠിക്കും. എല്ലാ അടിസ്ഥാന കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ വിശദമായി ടാലിയെ പറ്റി പഠിക്കും. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദായ നികുതി റിട്ടേൺസ്, TDS, ഓട്ടോമാറ്റിക് പലിശ കണക്കുകൂട്ടലുകൾ, MIS സൃഷ്ടിക്കൽ, PUSY സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യൽ എന്നിവയെക്കുറിച്ചായിരിക്കും. തുടർന്ന് സെയിൽസ് പ്രോസസ്സുകൾ, മാർക്ക് ഇൻവെൻറ്റോറി സോഫ്റ്റ്വെയർ, ബാർകോഡുകൾ, ഇമെയിലുകൾ, SMS സജ്ജീകരണം, വിപുലമായ ഇൻവെൻറ്റോറി സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് വിൽപ്പന ഇൻവെൻറ്റോറി മാനേജ്മെൻറ്റിലേക്ക് പോവുകയും GST നികുതിയെക്കുറിച്ച് എല്ലാം പഠിച്ചുകൊണ്ട് കോഴ്സ് നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ടീച്ചർ, ഇത് ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ. ഇതൊക്കെ പഠിച്ച് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴൊക്കെ തോന്നുന്നു അന്നേരമൊക്കെ നിങ്ങൾക്ക് പോയി ചാപ്റ്റേഴ്സ് റീപ്ലൈ ചെയ്യാനും വീണ്ടും അത് പഠിക്കാനും സാധിക്കും. അതാണ് ഈ കോഴ്സിൻ്റെ ഭംഗി. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് RCTയുടെ കോഴ്സുകളുടെ പ്രത്യേകത. RCTയുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇതിലൂടെ എനിക്ക് സ്വയം പര്യാപ്തരാവാമല്ലോ. നിങ്ങളിതിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോഴ്സ് തുടങ്ങാം. യെസ് പ്ലീസ്. ഈ കോഴ്സ് തുടങ്ങാൻ ഞാൻ റെഡിയാണ്. ശരി, അപ്പോൾ ഓരോ പുതിയ പഠനവും അത്ഭുതകരമായ പുതിയ പാതകളിലേക്ക് നയിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് നമ്മൾക്ക് ഇനി കടക്കാം. റെഡി, സെറ്റ്, ലേൺ.